നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ക്രോസ് വിസ്താരം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതിൽ വിചാരണ കോടതി വിധി ഇന്ന്. വൃക്കരോഗമുള്ളതിനാൽ യാത്ര ചെയ്യാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ നടപടികൾ തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്ന് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടത്. കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന് വിചാരണ നടപടി പുരോഗമിക്കുന്നതിനിടെയാണ് വൃക്കരോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിയുകയാണ് ബാലചന്ദ്രകുമാർ. എന്നാൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ദിലീപിന്റെ വാദം. മനഃപൂർവ്വം വിചാരണ നീട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചു. അതേസമയം വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനം അറിയിക്കും. അശ്വതി വിവരങ്ങളുമായി ചേരുന്നു. അശ്വതി, ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെടുക്കുന്നതും മറ്റു നടപടികളും ഒക്കെ തിരുവനന്തപുരത്തേക്ക് മാറ്റണം എന്നാണ് ആവശ്യം. ഗുരുതരമായ വൃക്കരോഗം തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് ബാലചന്ദ്രകുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒന്നുകിൽ തിരുവനന്തപുരത്തേക്ക് വിസ്താരം മാറ്റണം, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി വിസ്താരം നടത്തണമെന്നാണ് ഇന്നലെ ബാലചന്ദ്രകുമാർ കോടതിയെ അറിയിച്ചത്. കാരണം 48 മണിക്കൂറിൽ ഒരിക്കൽ ഡയാലിസിസിന് വിധേയമാകേണ്ട അവസ്ഥയിലാണ് ബാലചന്ദ്രകുമാർ ഇപ്പോൾ ഉള്ളത്. വിസ്താരത്തിനായി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലെ സെഷൻസ് കോടതിയിലാണ്, വിചാരണ കോടതിയിലാണ് ഈ കേസ് പരിഗണിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോടതിയിൽ ഹാജരാവുകയാണെങ്കിൽ എല്ലാ ആളുകളും ഉണ്ടാകും. അപ്പോൾ അത്ര ആൾക്കൂട്ടത്തിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും ഇന്നലെ പ്രോസിക്യൂഷൻ പറഞ്ഞു. പക്ഷേ ഇതിനെ എതിർക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ബാലചന്ദ്രകുമാർ മനഃപൂർവ്വം ഈ വിസ്താരം നീട്ടിവെക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഇത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെന്നും ഇത്ര ഗുരുതര രോഗബാധയുള്ള ആൾ ചാനലുകൾക്ക് അഭിമുഖങ്ങളും മറ്റും നൽകുന്നുണ്ടെന്നുമായിരുന്നു ദിലീപിന്റെ അഭിഭാഷകൻ ഇന്നലെ പറഞ്ഞത്. ഈ കേസിലാണ് ഇന്ന് വിധി പ്രസ്താവിക്കുക. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പ്രസ്താവിക്കുക. ബാലചന്ദ്രകുമാറിനെ സംബന്ധിച്ചിടത്തോളം നടി ആക്രമിക്കപ്പെട്ട കേസിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു ഇദ്ദേഹത്തിന്റെ തെളിവുകളും മറ്റും. അതായത് ഓഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളുമായിട്ടാണ് ബാലചന്ദ്രകുമാർ ഈ കേസ് അവസാന ഘട്ടത്തിൽ എത്തുന്ന സമയമാകുമ്പോഴേക്കും രംഗപ്രവേശം ചെയ്തത്. ഇതോടെ കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇത് വഴിത്തിരിവാകുകയും ഒക്കെ ചെയ്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ ഘട്ടത്തിലാണ് ബാലചന്ദ്രകുമാറിന് ഇപ്പോൾ അസുഖബാധിതനാണ് എന്ന് പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിൽ ഇന്ന് ഉച്ചയോടെ വിധി പറയും. ഫിജി, അശ്വതി, മനഃപൂർവ്വം വിചാരണ നീട്ടാനുള്ള ശ്രമമാണ് ഇതെല്ലാം എന്നാണോ ദിലീപിന്റെ പക്ഷം? പ്രത്യേകിച്ച് ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനം അറിയിക്കുന്നുണ്ട്. വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നാണ് ദിലീപിന്റെ ആവശ്യം. ഈ വിചാരണയെല്ലാം നീട്ടിക്കൊണ്ടുപോയി തന്നെ കുരുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണോ ദിലീപിന്റെ അഭിപ്രായം? വിചാരണ കോടതിയിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ പരാമർശം, സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്ന കാര്യവും വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ഇന്നലെ സെഷൻസ് കോടതിയിലെ ജഡ്ജി അപ്പോൾ കോടതി പറഞ്ഞത് സുപ്രീം കോടതിയിലെ കേസ് അവിടെ നിൽക്കട്ടെ, നിലവിൽ ഈ കേസ്, അതായത് വിചാരണ കോടതിയിൽ നിലനിൽക്കുന്ന ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഈ സുപ്രീം കോടതിയിലെ വിധി സംബന്ധിച്ച കാര്യങ്ങളും അതും എല്ലാം ഇന്നലെ പരിഗണിച്ചിരുന്നില്ല. ഇന്നലെ പരിഗണിച്ചത്, ഇന്നലെ സെഷൻസ് കോടതിയിൽ പരിഗണിച്ചത് ഈ വിസ്താരം എങ്ങോട്ട് മാറ്റണം, അതിന് തടസ്സമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, ബാലചന്ദ്രകുമാറിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അസുഖമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഫിജി, ശരി അശ്വതി.